കാരണം അമ്മയുടെ കരച്ചിൽ അവിടുന്ന് കേൾക്കാം. എന്നിട്ടും ഈ മകൻ 17 വയസ്സുകാരനായ മകൻ്റെ മനസ്സ് അലിഞ്ഞില്ല എന്നുള്ള. സ്വന്തം മകന് 50 വർഷവും ശിക്ഷയാണ് കൊടുത്തത്. 1996 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, അവിടെയാണ് തനൂസ് ഖാനും അവരുടെ ഭർത്താവും 2 മക്കളും ജീവിക്കുന്നത്. പക്ഷേ 1996 അവർ വിവാഹമോചനം നേടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തനൂസ് ഖാന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ മക്കളൊക്കെ കുറച്ച് വലുതായി, എല്ലാ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേ തനൂസ് ഖാൻ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി നേടണം, കാരണം ഞാനൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് പണം കൊണ്ടുവരണ്ട, ഞങ്ങളുടെ പാരമ്പര്യം അതല്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവും അതുപോലെ തനൂസ് ഖാനും തമ്മിൽ എന്നും നിരന്തരം അടിയാണ്. അതുകൊണ്ടാണ് ഇവർ വേർപിരിയാൻ തീരുമാനിച്ചത്. അങ്ങനെ 1996 ബന്ധുക്കളുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് തനൂസ് ഖാനും 2 മക്കളും കൂടിയിട്ട് ഈ അമേരിക്കയിലേക്ക് വരുന്നത്. ആദ്യം ഒരു ചെറിയ വീടായിരുന്നു, ഒരു ചെറിയ ജോലിയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അവരവിടെ ജീവിക്കുമ്പോൾ തനൂസ് ഖാന് വെച്ചടി പിന്നീട് കയറ്റമായിരുന്നു. കാരണം നല്ല ജോലി ചെയ്യും, അതുപോലെ തന്നെ എല്ലാ ജോലികളും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികമൊക്കെ സാമ്പത്തികമൊക്കെ ഉയർന്നു എന്നുള്ളതാണ്. സ്വന്തമായി വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, 2 മക്കളും നല്ല രീതിയിൽ പഠിച്ചു. മൂത്ത മകളുടെ കല്യാണവും കഴിഞ്ഞു. മകൾ അതിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയും 17 വയസ്സുള്ള ഡാനിഷ് എന്ന് പറയുന്ന മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സഹോദരി വല്ലപ്പോഴും വരും, എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെയാണ് ഇവരുടെ ജീവിതം. 2009 ഈ ഡാനിഷ് രാവിലെ ഉണർന്നപ്പോൾ കാണുന്നത് തൻ്റെ മാതാവ് മരിച്ചു കിടക്കുന്നതാണ്. ദേഹമാസകലം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഡാനിഷ് കണ്ടത്. ഡാനിഷ് ഭയന്നുപോയി. അപ്പോൾ തന്നെ പോലീസിന് വിവരമറിയിച്ചു. പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഓടിയെത്തി. ഇവരെ നോക്കുമ്പോഴേക്കും ഇവർ മരിച്ചു കഴിഞ്ഞിരുന്നു. ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഇതൊരു കൊലപാതകം മാത്രമല്ല, മോഷണവും ഉണ്ടായിട്ടുണ്ട്. മകനാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് അവനെ തന്നെ ആദ്യം ചോദ്യം ചെയ്തു. മോൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ സിനിമക്ക് പോയിരുന്നു. 4 മണിയായി ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുമ്പോഴേ പിന്നീട് അവിടെ കിടന്നുറങ്ങി. രാവിലെ ഇങ്ങോട്ട് വന്നു, അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് എന്ന് പോലീസുകാരോട് പറഞ്ഞു. പക്ഷേ പോലീസുകാർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാനിഷിൻ്റെ ഡ്രസ്സ് നോക്കുമ്പോൾ നല്ല നീറ്റായ ഡ്രസ്സാണ്. അദ്ദേഹം പുറത്തുനിന്ന് വന്നതാണ്, ഇല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ടിട്ട ഒരു ഡ്രസ്സാണ് ഇത് എന്നുള്ള ഒരിതും അവൻ്റെ ഡ്രസ്സിലില്ലായിരുന്നു. ഒരു മാതാവ് മരിച്ചു കിടക്കുമ്പോൾ ഒരിക്കലും ഒരാൾ പോയിട്ട് ഫ്രഷ് ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ നിൽക്കില്ല എന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ പോലീസുകാർ അതൊന്നും കാണിച്ചില്ല. ഏതായാലും അവരുടെ ജോലി അവർ ഭംഗിയായി ചെയ്തു. അപ്പോൾ 2 ഫിംഗർ പ്രിൻ്റുകളാണ് അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഡോറിൻ്റെ മുകളിൽ നിന്നും, അതുപോലെ തന്നെ ഒന്ന് സ്ത്രീയുടെ കാലിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും സ്ത്രീ നല്ല രീതിയിൽ തടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിലൊക്കെ മുറിവുണ്ട്. 48ഓളം കുത്തുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ, പണവും ഇതെല്ലാം മോഷണം പോയിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. മകളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തിൽ ഇവിടെ ജീവിക്കുന്നതാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും ശത്രുക്കളോ ഒന്നുമില്ല. എല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് ഈ അയൽവക്കത്തൊക്കെ ഉള്ളത് എന്ന് മകൾ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വീണ്ടും ധർമ്മസംഘടനത്തിലായി. ഈ അന്വേഷണം അങ്ങ് വഴിമുട്ടി നിന്ന പോലെയാണ്. കാരണം അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ല. ഏതായാലും പോലീസുകാർ ഇതൊരു ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. ഏജൻസി അങ്ങനെ ഈ പയ്യൻ്റെ പുറകെ കൂടി. ആദ്യം തന്നെ ഡാനിഷ് എന്ന് പറയുന്ന പയ്യൻ്റെ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പയ്യൻ അവിടുത്തെ സ്കൂൾ ലീഡറാണ്. അതുമാത്രവുമല്ല നല്ല രീതിയിൽ പഠിക്കുന്ന പയ്യനാണ്. ഈ സ്ത്രീക്ക് തന്നെ ഭയങ്കര പ്രതീക്ഷയാണ് ഈ പയ്യനിൽ. അതുകൊണ്ട് ഈ തനൂസ് ഖാൻ എന്ന് പറയുന്ന ഈ യുവതി തന്നെ മകന് വേണ്ടിയിട്ട് എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എത്ര പൈസ ചിലവാക്കാൻ അവർക്കൊരു മടിയുമില്ല. കാരണം അത്രയും നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. സ്കൂളിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡാനിഷ് എന്ന് പറയുന്ന പയ്യനെ. ഏതായാലും പോലീസുകാർ അവിടെ നിന്ന് അന്വേഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ഈ സഹോദരിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. സഹോദരിയോട് ചോദിച്ചു, നിങ്ങളുടെ അനുജൻ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അതുമാത്രവുമല്ല ഈയിടെയായിട്ട് അമ്മയോട് ഒരുപാട് തർക്കുത്തരൊക്കെ അവൻ പറയുമായിരുന്നു. അത്
അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ മരിക്കുന്നതിൻ്റെ തലേന്നും ചെറിയ തർക്കുത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ഈ സഹോദരി കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഡാനിഷിനെ ചോദ്യം ചെയ്യുന്നു. ഡാനിഷിനോട് പറഞ്ഞു, നീ നിൻ്റെ അമ്മയെ കൊന്നോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്കതിനൊരിക്കലും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അമ്മയ്ക്ക് എന്നോടും ഭയങ്കര സ്നേഹമാണ്. അതുമാത്രവുമല്ല, എനിക്ക് അമ്മയോട് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കൊല്ലാൻ തക്കതുള്ള പിണക്കങ്ങളൊന്നും എനിക്കില്ല എന്നാണ് ഡാനിഷ് പറഞ്ഞത്. പക്ഷേ പോലീസിനാണെങ്കിൽ ഒരുപാട് സംശയം, ഇയാളെന്തോ നുണ പറയുന്നു എന്നുള്ള സംശയം. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഒരിക്കലും മാച്ച് ആകുന്നുമില്ല. അങ്ങനെ പോലീസുകാർ വീണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കലാണ്. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഈ ഡാനിഷ് പഠിക്കുന്ന സ്കൂളിൽ ഒരു മയക്കുമരുന്ന് വേട്ട നടക്കുകയാണ്. ഈ മയക്കുമരുന്ന് വേട്ടയിൽ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ തന്നെയാണ് മയക്കുമരുന്ന് കടത്തിയത് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തെ അവിടെ നിന്നും പിടികൂടുമ്പോൾ ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഡാനിഷിനോട് പറയൂ എന്നെ പോലീസ് പിടിച്ചു എന്ന് ഡാനിഷിനോട് പറയൂ എന്ന് ഇദ്ദേഹം അവിടുന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് സംഘത്തിലുണ്ടായ ഒരു പോലീസുകാരൻ ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ഡിറ്റക്റ്റീവിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നമ്മൾ അവിടെ ചെന്ന് ഈ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു, ഏതായാലും നമുക്കൊന്ന് ചോദ്യം ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഉയർന്ന ഉദ്യോഗസ്ഥനെയും കൂട്ടിയിട്ട് നേരെ ഈ നൂർ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് നൂർ മുഹമ്മദിനെ ചോദ്യം ചെയ്തു, എന്താണ് പേര്, എങ്ങനെയാണ് ഡാനിഷിനെ അറിയാമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോഴേ ഈ ഒരു കയ്യിൽ ഗ്ലൗസൊക്കെ ധരിച്ചിട്ടുണ്ട്, ആ ഗ്ലൗസ് എന്താണ് ഒരു കയ്യിൽ മാത്രം ധരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്. ഏതായാലും ആ ഗ്ലൗസ് പോലീസുകാർ ഊരി പരിശോധിച്ചപ്പോഴേ അവിടെ ഒരു വിരൽ മുറിഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് മുറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ വീട്ടിൽ നിന്നും ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞതാണ് എന്ന് ഈ പയ്യൻ ഈ നൂർ മുഹമ്മദ് കള്ളം പറയുകയാണ്. ഏതായാലും പോലീസുകാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നത്. അതായത് ഡാനിഷ് എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ അമ്മയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന പയ്യന് കൊട്ടേഷൻ കൊടുക്കുകയാണ്. 10,000 അമേരിക്കൻ ഡോളറാണ് പ്രതിഫലമായിട്ട് പറഞ്ഞത്. അതിന് $1,000 അഡ്വാൻസും കൊടുത്തിരുന്നു. മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗമൊക്കെ ആയിട്ട് ഈ പയ്യനാണെങ്കിൽ സ്കൂളിലും വീട്ടിലൊക്കെ എന്ന് പറഞ്ഞൊരു തലവേദനയാണ്. ഈ പയ്യനാണെങ്കിൽ ഇഷ്ടംപോലെ പൈസേൻ്റെ ആവശ്യമുണ്ട്, എന്നും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് പൈസയും വേണം. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ തയ്യാറുമായിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഡാനിഷ് തന്നെയാണ് ആ ഉപായം പറഞ്ഞു കൊടുത്തത്. അതായത് നീ വന്നാൽ മതി, ഞാൻ ഡോറ് തുറന്നു വെക്കാം, നീ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അമ്മയെ ശരിപ്പെടുത്തിക്കോളൂ എന്ന് പറയുകയാണ് ഈ സ്വന്തം മകൻ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പൊന്നുപോലെ വളർത്തിയ മകനാണ് മറ്റൊരുത്തനോട് പറയുന്നത് പോയിട്ട് എൻ്റെ അമ്മയെ കൊന്നുവോ എന്ന്. അങ്ങനെ സംഭവ ദിവസം രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് നൂർ മുഹമ്മദ് ആ വീട്ടിലെത്തുന്നത്. അങ്ങനെ ഡാനിഷ് പുറത്തേക്ക് വന്നു. ഡാനിഷ് കാറിലിരുന്നു. നൂർ മുഹമ്മദിനോട് പറഞ്ഞു, നേരെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ബെഡ്റൂമാണ്, അവിടെ പോയിട്ട് കാര്യം തീർത്തോളൂ, അതിൻ്റെ മുകളിൽ തന്നെ പൈസയുള്ള ബോക്സുമുണ്ട്, അതും കൂടി എടുത്ത് മാറ്റി, അതും കൂടി എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ 11:30 മണിയോട് കൂടിയിട്ടാണ് ഈ പയ്യൻ ഈ നൂർ മുഹമ്മദ് വീട്ടിൻ്റെ അകത്ത് കയറുകയും തുരുതുരെ ഈ സ്ത്രീയെ കുത്തുകയുമായിരുന്നു. ആ സ്ത്രീ ഒരുപാട് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മകനെ വിളിച്ച് ആർത്ത് കരയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ മകൻ അവിടെ കാറിലും അതുപോലെ തന്നെ ആ ഒരു സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കാരണം അമ്മയുടെ കരച്ചിൽ അവിടുന്ന് കേൾക്കാം. എന്നിട്ടും ഈ മകൻ 17 വയസ്സുകാരനായ മകൻ്റെ മനസ്സ് അലിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാർ വരെ ഈ ഒരു സംഭവം കേട്ടപ്പോഴും ഞെട്ടിപ്പോയി. അങ്ങനെ ഡാനിഷിനെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഡാനിഷ് പറഞ്ഞത് ഇതാണ്, അതായത് മാതാവ് 17 വയസ്സായ എന്നെ ഒരടിമയെ പോലെയാണ് കണക്ക് കൂട്ടുന്നത്. അതായത് എനിക്കൊരു സ്വാതന്ത്ര്യം തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ എന്നും ചോദ്യം ചെയ്യുന്നു, എനിക്കെവിടെയും പോകാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് 17 വയസ്സായി എന്ന്. അപ്പോൾ മാതാവ് പറയുകയാണ്, നീ ഇനി 20 വയസ്സായി കഴിഞ്ഞാലും നീ എൻ്റെ മകനാണ്, നിനക്ക് ഇത് നിൻ്റെ എന്നും എൻ്റെ ഒരു കൈ നിൻ്റെ മേലെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഒരു സ്വാതന്ത്ര്യമില്ല വീട്ടിൽ എന്നൊക്കെയാണ് ഈ പയ്യൻ പറഞ്ഞത്. അതായത് ഭയങ്കരമായ ശിക്ഷയാണ്.
അനുസരിച്ചില്ലെങ്കിൽ മാതാവ് നല്ല രീതിയിൽ ശിക്ഷിക്കും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും എന്നൊക്കെയാണ് ഈ പയ്യൻ പറഞ്ഞത്. ഏതായാലും ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞു ഒരിക്കലും ഈ കേസ് അങ്ങനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായി എന്നുള്ള തരത്തിൽ വിട്ടുകളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ശിക്ഷ കൊടുക്കണം. രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണ്. എന്നിട്ടും കോടതി ഈ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് 40 വർഷവും അതുപോലെ തന്നെ ഇതിന് കാരണക്കാരനായ സ്വന്തം മകന് 50 വർഷവും ശിക്ഷയാണ് കൊടുത്തത്. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷം എന്ന് പറഞ്ഞാൽ 50 വർഷം കിടക്കണം. അപ്പോഴേ 67-ാമത്തെ വയസ്സിൽ നമ്മുടെ ഡാനീഷിന് പുറത്തിറങ്ങാം എന്ന് സാരം. ഏതായാലും പിന്നെ ഈ ഒരു കഥ കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാതാപിതാക്കളും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പറയുന്നതെങ്കിലും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെയാണ്. അവർക്കൊരിക്കലും ഇത് ചില കുട്ടികൾക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. എന്തിനാണ് എന്നും പുറകെ നടന്ന് പഠിക്കൂ എന്ന് പറയുന്നത്, എന്തിനാണ് അവിടെ പോകരുത്, അവനുമായി കൂട്ടുകൂടരുത്, അവൻ്റെ കൂടെ നടക്കരുത് എന്ന് പറയുന്നത് എന്നും ഈ ചില കുട്ടികൾക്കൊന്നും അങ്ങ് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് മാതാപിതാക്കളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ചില കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് ഒരു ക്രിമിനൽ മൈൻഡോടുകൂടി എടുക്കുകയും പിന്നീട് ഇവരുടെ വിദ്യാഭ്യാസ കാലത്തിനൊക്കെ ശേഷം ഇവരെ ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളിലോ ഇല്ലെങ്കിൽ വളരെയധികം മോശമായ ഒരു ജീവിത രീതി നയിക്കുന്നതുമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.